എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. ഇതിനാസ്പദമായൊരു കഥ പറയാം. ബീരബലിൻ്റെയും അക്ബറിൻ്റെയും കഥ. പണ്ട് അക്ബർ ചക്രവർത്തിക്ക് ഒരു പ്രശ്നം വന്നു. അദ്ദേഹം ബീരബലിനെ വിളിപ്പിച്ചു. ബീരബൽ ചക്രവർത്തി പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. എനിക്ക് സന്തോഷത്തിലായിരിക്കുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാനും ദുഃഖത്തിലായിരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം നൽകാനും കഴിയുന്ന ഒരൊറ്റ വാചകം നീ എനിക്ക് നൽകണം. ഈ വാചകം ഒരു മോതിരത്തിൽ കൊത്തിവയ്ക്കാൻ കഴിയണം. ബീരബൽ തലകുനിച്ചു. അദ്ദേഹം രാജസദസ്സിലെ ഏറ്റവും ബുദ്ധിമാനായി അറിയപ്പെടുന്നവനാണെങ്കിലും ഈ ആവശ്യം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. എല്ലാ സാഹചര്യങ്ങൾക്കും യോജിച്ച ഒരു വാചകം. അദ്ദേഹം ദിവസങ്ങളോളം ആലോചിച്ചു. പല കവികളെയും പണ്ഡിതന്മാരെയും സമീപിച്ചു. പക്ഷെ ആർക്കും തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബീരബൽ നഗരത്തിലെ ഒരു സൂഫി സന്യാസിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. തൻ്റെ പ്രശ്നം സന്യാസിയോട് പറഞ്ഞപ്പോൾ സന്യാസി പുഞ്ചിരിച്ചു. അദ്ദേഹം ഒരു ചെറിയ കടലാസിൽ 3 വാക്കുകൾ എഴുതി ബീരബലിന് നൽകി. മഹാരാജാവിന് വേണ്ടി ഈ വാക്കുകൾ മോതിരത്തിൽ കുത്തിവെക്കുക. സന്തോഷത്തിലും ദുഃഖത്തിലും ഇത് അദ്ദേഹത്തെ സഹായിക്കും, സന്യാസി പറഞ്ഞു. ബീരബൽ കടലാസ് തുറന്നു നോക്കി. അതിലിങ്ങനെ എഴുതിയിരുന്നു, ഇതും കടന്നു പോകും. ദിസ് ടു ഷാൽ പാസ്. ഇതും കടന്നു പോകും. സന്തോഷത്തോടെ ബീരബൽ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അദ്ദേഹം ആ വാക്കുകൾ മനോഹരമായ ഒരു മോതിരത്തിൽ കൊത്തിവെച്ചു. എന്നിട്ട് അത് ചക്രവർത്തിക്ക് സമ്മാനിച്ചു. കുറച്ചു കാലത്തിന് ശേഷം അക്ബർ ചക്രവർത്തി ഒരു വലിയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സൈന്യം ചിതറിപ്പോയി. അദ്ദേഹം ഒറ്റയ്ക്ക് കാട്ടിലൂടെ ഓടുകയായിരുന്നു. ഒരു നിമിഷം അദ്ദേഹം നിരാശനായി. ഒരു മരണം ആഗ്രഹിച്ചു. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ വിരലിലെ മോതിരം കണ്ടത്. അദ്ദേഹം അതിലെഴുതിയ വാചകം വായിച്ചു, ഇതും കടന്നു പോകും. ആ വാചകം അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകി. തൻ്റെ ഇന്നത്തെ ദുരിതവും ശാശ്വതമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ശക്തി വീണ്ടെടുത്ത് ഒടുവിൽ രാജ്യത്തെ തിരിച്ചെടുത്തു. മാസങ്ങൾക്ക് ശേഷം ചക്രവർത്തി വലിയ വിജയം നേടി. അദ്ദേഹം തൻ്റെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ വലിയൊരു ആഘോഷം സംഘടിപ്പിച്ചു. ആ സമയത്ത് താൻ ലോകത്തിലെ ഏറ്റവും ശക്തനും സന്തോഷവാനുമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം വീണ്ടും മോതിരത്തിലെ വാചകം വായിച്ചു, ഇതും കടന്നു പോകും. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കെട്ടടങ്ങി. തൻ്റെ ഇന്നത്തെ വിജയവും അധികാരവും ശാശ്വതമല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിനയത്തോടെ അദ്ദേഹം തൻ്റെ പ്രജകളെ ഭരിച്ചു. ബീരബലിൻ്റെ വാക്കുകൾ എത്രത്തോളം ബുദ്ധിപരമായിരുന്നുവെന്ന് അക്ബറിന് മനസ്സിലായി. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ശാന്തമായി നേരിടാൻ ആ 3 വാക്കുകൾ അദ്ദേഹത്തെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അക്ബറിനെ പോലെ ബുദ്ധിപരമായി പെരുമാറാൻ നമുക്കും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.